നമ്മൾ കഴിഞ്ഞ ടോക്സിലൂടെ കേട്ടത് ക്യാൻസർ എങ്ങനെ തടയാൻ സാധിക്കും, ക്യാൻസറിന് സ്ക്രീനിങ് ഉണ്ടോ, ക്യാൻസറിനായുള്ള സർജറി കൺസർവേറ്റീവായിട്ടുള്ളത് സാധിക്കുമോ എന്നുള്ളതാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റിസ്ക് റെഡ്യൂസിങ് സർജറിയെക്കുറിച്ചാണ്. അതായത് ക്യാൻസർ വരാതിരിക്കാനുള്ള ഓപ്പറേഷനെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കേട്ട ഒരു മേജർ ബ്രേക്ക് ത്രൂ ആണ് ആഞ്ചലീന ജോളിയുടെ കേസ്. ആഞ്ചലീന ജോളി സ്വയം ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു. അതായത് BRCA മ്യൂട്ടേഷൻ, ബ്രസ്റ്റ് ക്യാൻസർ മ്യൂട്ടേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയും അവർക്ക് സ്തനാർബുദം വരാതിരിക്കാൻ വേണ്ടി റിസ്ക് റെഡ്യൂസിങ് മാസ്റ്റെക്ടമി, അതായത് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി മാറ് രണ്ടും നീക്കം ചെയ്യുകയും റീകൺസ്ട്രക്ഷൻ ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളവർക്ക് സർജറിയിലൂടെ ആ അവയവം നീക്കം ചെയ്യുകയും അതിനാൽ ക്യാൻസറിനുള്ള റിസ്ക് കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ ക്യാൻസറിലാണ് ഈ റിസ്ക് റെഡ്യൂസിങ് സർജറി സാധിക്കുമായിട്ടുള്ളത്? ഇതെല്ലാം എല്ലാ ആൾക്കാർക്കുമല്ല, ജനറ്റിക് മ്യൂട്ടേഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഈ റിസ്ക് റെഡ്യൂസിങ് സർജറീസ് റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. ഒന്ന് സ്തനാർബുദമാണ്. സ്തനാർബുദം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ മ്യൂട്ടേഷനുള്ള BRCA മ്യൂട്ടേഷൻ അല്ലെങ്കിൽ PAL-B2 എന്നുള്ള പല മ്യൂട്ടേഷനുകളുണ്ട്. ഈ മ്യൂട്ടേഷനുള്ള വ്യക്തികൾക്ക് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ഈ വ്യക്തികൾക്ക് മാറ് നീക്കം ചെയ്യുന്നതിലൂടെ 95% വരെ നമുക്ക് മാറിൻ്റെ ക്യാൻസർ വരാതിരിക്കാൻ സാധിക്കുന്നതാണ്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ടെമോക്സിഫൻ പോലെയുള്ള മരുന്നുകൾ കഴിക്കുകയും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വീണ്ടും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ BRCA മ്യൂട്ടേഷൻ ഉള്ളവർക്ക് തന്നെ ഓവറീസ്, അതായത് അണ്ഡാശയത്തിലും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അണ്ഡാശയ ക്യാൻസർ വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു മാലിഗ്നൻസിയാണ്. കാരണം അത് അറിയുമ്പോൾ തന്നെ പലപ്പോഴും അത് സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 ആകെ കാണാറുണ്ട്. എന്നാൽ ഈ BRCA മ്യൂട്ടേഷൻ ഉള്ളവർക്ക് 45 വയസ്സിന് ശേഷം, അതായത് കുടുംബം കംപ്ലീറ്റ് ആയി കുട്ടികളൊക്കെ ആയ സ്ത്രീകൾക്ക് 45 വയസ്സിന് ശേഷം നമ്മൾ അണ്ഡാശയങ്ങൾ കൂടെ നീക്കം ചെയ്താൽ അണ്ഡാശയത്തിൽ നിന്നുള്ള ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയെ ഒരു 90% വരെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇതിനോടൊപ്പം ഈ അണ്ഡാശയം നീക്കം ചെയ്യുന്നതിലൂടെ മാറിലെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത 50% വരെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. അപ്പോൾ മ്യൂട്ടേഷനുള്ള ബ്രസ്റ്റ് ക്യാൻസർ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് നോക്കുകയും അതിനാൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടുപിടിച്ചാൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ബ്രസ്റ്റോ അല്ലെങ്കിൽ അണ്ഡാശയമോ നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ക്യാൻസറാണ് കുടലിൻ്റെ ക്യാൻസർ. അത് ലിഞ്ച് സിൻഡ്രം അല്ലെങ്കിൽ HNPCC എന്ന ജനറ്റിക് രോഗമുള്ളവർക്ക് കുടലിൻ്റെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 95 തൊട്ട് 100% വരെ അവർക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ FAP, ഫാമിലിയൽ അഡിനോമാറ്റോസിസ് പോളിപ്പോസിസ് എന്ന രോഗം ഉള്ളവർക്കും ഇതുപോലെ കുടലിൻ്റെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മ്യൂട്ടേഷൻ ഉള്ളവർക്ക് മാത്രം, എല്ലാവർക്കുമല്ല, ഈ ലിഞ്ച് സെൻറ്ററിൽ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മ്യൂട്ടേഷൻ ഉള്ളവർക്ക് കുടൽ പൂർണ്ണമായിട്ട് നീക്കം ഓപ്പറേഷൻ ചെയ്ത് ചെറുകുടലിനെ മലദ്വാരത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന ഓപ്പറേഷൻ ചെയ്താൽ അവർക്ക് കുടലിനുള്ള ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈ ലിഞ്ച് സിൻഡ്രം അല്ലെങ്കിൽ HNPCC ഉള്ളവർക്ക് തന്നെ ഗർഭാശയ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കും ഈ ക്യാൻസർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഗർഭാശയവും നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്തനത്തിൻ്റെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഓപ്പറേഷനിലൂടെ, അണ്ഡാശയത്തിൻ്റെ ക്യാൻസർ നമുക്ക് ഓപ്പറേഷനിലൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, മൂന്നാമത് കുടലിൻ്റെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, നാലാമത് ഗർഭാശയത്തിൻ്റെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവർക്കും ഉള്ളതല്ല, എല്ലാവർക്കും ആവശ്യമുള്ളതല്ല. സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി, അതായത് വീട്ടിൽ 2-ൽ കൂടുതൽ ആൾക്കാർ പല ജനറേഷനിലായിട്ട് ക്യാൻസർ ഉള്ള സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ഈ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് നോക്കിയിട്ട് അതിൽ വ്യത്യാസം, ക്യാൻസർ ഉണ്ടാകാനുള്ള മ്യൂട്ടേഷൻ ഉള്ളതായിട്ട് കണ്ടാൽ അവർക്ക് നമുക്ക് ഈ റിസ്ക് റെഡ്യൂസിങ് സർജറീസ് ഓഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ ക്യാൻസർ വരാതിരിക്കാനും ക്യാൻസറിൽ നിന്നുള്ള മരണത്തിൽ നിന്നും ഒക്കെയുള്ള സാധ്യതകൾ കുറയ്ക്കുകയാണ്. 100% നമുക്ക് ഉറപ്പ് തരാൻ സാധിക്കുകയില്ല, കാരണം മനുഷ്യൻ്റെ ശരീരമാണ്, അത് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വ്യത്യാസമുണ്ട്. എന്നാൽ ഒരു 90 തൊട്ട് 95% വരെ ക്യാൻസർ തടയാൻ ഈ സർജറികളിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് അവയർനെസ് ആണ്. ഈ ക്യാൻസറുകൾ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ബ്രസ്റ്റ് ക്യാൻസർ
അതുപോലെ പാങ്ക്രിയാറ്റിക് ക്യാൻസർ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയത്തിൻ്റെ ക്യാൻസർ, കുടലിൻ്റെ ക്യാൻസർ, ഇതൊക്കെ പലർക്കും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറ്റിക് ടെസ്റ്റിംഗിൻ്റെ ഓപ്ഷൻ നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കാം, ഒരു ജനറ്റിക് കൗൺസിലറെ കാണാം, ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാം. ഇതിലൂടെ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് റിസ്ക് റെഡ്യൂസിങ് സർജറിയുടെ ഓപ്ഷൻ നിങ്ങളുടെ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് ക്യാൻസർ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയും ക്യാൻസറിൽ നിന്ന് രക്ഷ നേടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ താങ്ക് യു.